when the flood threatened. നമുക്ക് അതുകൊണ്ടാണ് ഇനി പഠിക്കാനുള്ളത് പേജ് നമ്പർ 162. Okay. The flood occurring in different parts of the country during the rainy season is a threat to both human life and agricultural land. അപ്പോൾ നമ്മൾക്കറിയാം നമുക്കൊരു മഴക്കാലത്ത് ഈ പ്രളയം വരുന്ന സമയത്ത് ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്തും എല്ലാം നമ്മുടെ ഹ്യൂമൻ ലൈഫിനും അതോടൊപ്പം നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡിനും എല്ലാം ഭയങ്കര ദോഷമായിട്ടാണ് ഭവിക്കാറുള്ളത്. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ കേരളത്തിലുള്ള പ്രളയം നമ്മൾ കണ്ടതും കൂടെയാണ്. The causes for flood in India are the heavy rains during monsoon, construction of houses on the river banks and the reclamation of paddy fields. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇത് അഫക്റ്റ് ചെയ്യുന്നത്? റീസൺ ഈസ് സിമ്പിൾ. ഒന്ന്, ഈ മൺസൂൺ കാലത്തുള്ള ഹെവി റെയിൻഫോൾ. പിന്നെ അത് മാത്രമല്ല, ഈ നദീതീരങ്ങളിൽ കയ്യേറി മണ്ണിട്ട് മൂടിയും എല്ലാ ആളുകൾ വീടുകൾ വെച്ച് ആ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഉള്ളത് റിക്ലമേഷൻ ഓഫ് പേഡി ഫീൽഡ്സ്, അതായത് ഈ വയലുകളൊക്കെ മണ്ണിട്ട് നികത്തുന്നത് കൊണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വയലുകൾ എന്ന് പറയുമ്പോൾ അതിലെ കൂടെ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് വെള്ളം അകത്തോട്ട് പോകാനും എല്ലാത്തിനും സാധിക്കുന്ന സ്ഥലമാണ്. പക്ഷെ ഈ 3 കാരണങ്ങൾ ഹെവി ആയിട്ട് സംഭവിച്ചപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്ലഡിനും എല്ലാം കാരണമായി. There are precautionary steps and measures adopted to check and to reduce the damage to life and property caused by this natural disaster are. അപ്പോൾ നമുക്ക് ഇതിനെതിരായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അതിന് പ്രിക്കോഷൻ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്. നമ്മൾ പ്രോപ്പറായിട്ട് ഡാമുകൾ നിർമ്മിക്കുക, പ്രോപ്പറായിട്ട് ഉള്ള ഡാംസും എല്ലാം നിർമ്മിക്കുക. അഫോറസ്റ്റേഷൻ, അതായത് വനവൽക്കരണം, നമ്മൾ മരങ്ങളും എല്ലാം നട്ടുപിടിപ്പിക്കുക. അപ്പോൾ ഈ വേരുകളും എല്ലാം താഴോട്ട് പോകുമ്പോൾ അത്രയും നമുക്ക് വെള്ളവും താഴോട്ട് പോകും. അതെന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള ഫ്ലഡും എല്ലാം ഏറെക്കുറെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്കറേജിങ് ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ ഇൻ ദ അപ്പർ ഹൗസ് ഓഫ് റിവേഴ്സ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഈ റിവർ ബാങ്ക്സിലുള്ള ഈ നദിയുടെ തീരത്തുള്ള വലിയ നിർമ്മാണങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. റീലൊക്കേറ്റിംഗ് പീപ്പിൾ ഫ്രം ഫ്ലഡ് അഫക്റ്റഡ് റീജിയൻസ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള റീജിയൻസ് ഫ്ലഡ് പ്രോപ്പറായിട്ട് എപ്പോഴും വരുമെന്നുള്ള ആ ഒരു റീജിയൻസിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കുക. എസ്റ്റാബ്ലിഷിംഗ് ഏർലി വാർണിംഗ് സിസ്റ്റം, ഒരു പ്രോപ്പർ സിസ്റ്റം, ഈ ഫ്ലഡ് വരികയാണെങ്കിൽ അത് നേരത്തെ അറിയിക്കാനുള്ള സിസ്റ്റവും എല്ലാം നമ്മൾ കണ്ടെത്തുക. അതൊക്കെ നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സിസ്റ്റം നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് ഒക്കെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതായത് ഈ പാഡി ഫീൽഡൊക്കെ ഈ വെള്ളത്തിനെ വലിച്ച് എടുക്കൂല്ലേ? അതെ, പേഡി ഫീൽഡ്സ് വെള്ളത്തിനൊക്കെ വലിച്ചെടുക്കാനും അത് പെട്ടെന്ന് നമുക്ക് ഇതിനെ മണ്ണിലോട്ട് പിടിക്കാനും ഒക്കെ സാധിക്കും. ഇപ്പൊ മറ്റേ അതല്ല, ബാക്കിയുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ അല്ലാതെ പേഡി ഫീൽഡ്സ് നിരത്തുന്ന സമയത്ത് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും താഴോട്ട് പോകത്തില്ല. അപ്പൊ അത് ഉണ്ടാവും. അടുത്ത, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ആനിമൽ ഡൈവേഴ്സിറ്റി. അപ്പോൾ സസ്യജാലങ്ങളും അതുപോലെ തന്നെ അനിമൽ ജന്തുക്കളും എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. Haven't you noticed the features of the trees in the background of the picture of the Kashmiri rural house depicted in the chapter? They are coniferous trees. അപ്പോ ഈ ഒരു നമ്മുടെ ആ ഒരു കാശ്മീർ റീജിയനിൽ നമ്മുടെ ആ ഒരു പിക്ചറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ബാക്കിൽ കണ്ടായിരുന്നു. അത് അവിടുത്തെ ആ ഒരു ചെടികൾ അല്ലെ മരങ്ങൾ എന്തായിരുന്നു? ദേ ആർ കോണിഫറസ് ട്രീസ്. അവര് ഈ ഒരു കോണിഫറസ് ട്രീസ് ആണ്. കമ്പയർ ദ ഷേപ്പ് ഓഫ് ദീസ് ട്രീസ് വിത്ത് ദാറ്റ് ഓഫ് ട്രീസ് ഇൻ യുവർ ലൊക്കാലിറ്റി. ഈ 2 സസ്യങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആ പറയുന്നത്. The types of plant species that grow in accordance with the physical characteristics of an area, such as physiography, climate, soil type, are its natural vegetation. അപ്പോൾ ഒരു പ്രദേശത്തെ അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അതുപോലെ തന്നെ മണ്ണും എല്ലാം കാരണം അല്ലെങ്കിൽ അത്ര സവിശേഷതകളാണ് അവിടെ വളരുന്ന നമ്മുടെ ചെടികൾക്ക് അല്ലെങ്കിൽ മരങ്ങൾക്ക് ഉള്ള ആ ഒരു വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ ഒരു നാച്ചുറൽ വെജിറ്റേഷൻ കൊണ്ടുവരുന്നത് ഓരോ മണ്ണിലും ഓരോ ടൈപ്പ് ചെടികളും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ആപ്പിൾ മരം കേരളത്തിൽ വളരുമെന്ന് ചോദിച്ചാൽ വളരത്തില്ല. അല്ലെങ്കിൽ ഓറഞ്ച്, അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് വളരത്തില്ല.
അപ്പൊ അതിന് ഓരോ ക്ലൈമറ്റും ഓരോ മണ്ണും എല്ലാം തന്നെ അവിടെ അത്യാവശ്യം തന്നെയാണ്. ആനിമൽ സ്പീഷീസ് ആർ എക്സിബിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്ലൈമറ്റ്. അപ്പൊ അനിമൽസും അതുപോലെ തന്നെ ഈ ഒരു ക്ലൈമറ്റിനനുസരിച്ചാണ് ഓരോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോ നമ്മള് ഡോഗ്സ്, ഡിഫറെന്റ് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ്, അതെന്ന് പറയുന്നത് സം ബ്രീഡ്സ് ഓൺലി ലീവ് ഇൻ കോൾഡ് കൺട്രീസ്, അല്ലെങ്കിൽ നമ്മുടെ തണുപ്പുള്ള രാജ്യങ്ങളിൽ മാത്രമേ അത് കാണാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദേ കാൺ ലീവ് ഇൻ ദിസ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ്. നമ്മുടെ ഇന്ത്യൻ ക്ലൈമറ്റ് പോലുള്ള ക്ലൈമറ്റുകളിൽ ചിലതിനൊന്നും ഇത് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഇവിടെ let us examine the various natural vegetation and animal life of India. Tropical evergreen forest. ഉഷ്ണമേഖല അല്ലെങ്കിൽ ഈ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്. The evergreen forest exists along the western Ghats and the northeastern states where there is high annual rainfall. അപ്പോ ഈ ഗ്രീൻ ഫോറസ്റ്റ് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റേൺ ഗഡ്സിലും നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലുമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ധാരാളം റെയിൻഫോൾ കിട്ടുകയും ചെയ്യും. Lion-tailed macaque, different types of snakes, a variety of insects, and different species of butterflies, including the Atlas moth, the world's biggest moth, are found in this forest. അപ്പൊ ഇത്തരം കാടുകളിൽ നമ്മുടെ എന്തൊക്കെയാ, സിംഹവാലൻ കുരങ്ങ്, അതുപോലെ പലതരത്തിലുള്ള പാമ്പുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഇത് നിശാചലമമായ, അതായത് ബട്ടർഫ്ലൈ ആയ അറ്റ്ലസ് മോത്ത്, അതൊക്കെ നമുക്ക് ഈ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്, ട്രോപ്പിക്കൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അടുത്ത ഡെസിഡിയസ് ഫോറസ്റ്റ്. Deciduous forest grows in areas where only seasonal rainfall is available. അപ്പോൾ ഈ deciduous forest എന്ന് പറയുന്നത് നമുക്ക് എവിടെയാ, നമുക്ക് ഈ ഒരു സീസണൽ റെയിൻഫോൾ കിട്ടുന്ന സ്ഥലത്ത്, അതായത് ഈ ഇലപൊഴിയും കാടുകൾ, അതാണ് ഡെസിഡിയസ് ഫോറസ്റ്റ്, ഇലപൊഴിയും കാടുകൾ. അപ്പോൾ ഈ ചില സമയങ്ങളിൽ മാത്രം മഴ കിട്ടുന്ന സ്ഥലങ്ങളിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ deciduous forest എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. It forms a major natural vegetation in the Indian peninsula. അപ്പോൾ ഈ ഒരു പെനിൻസുല പ്ലാറ്റ്യൂലും എല്ലാം തന്നെ നമുക്ക് മേജറായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ഇത്. Different varieties of deer, hare, peacock, hornbill, several other species of birds, Indian gaur, elephant, tiger, leopard, and like are found in these forests, which have a wide variety of animals. അപ്പോൾ ഇത്തരത്തിലുള്ള മിക്കതിനുള്ള ഒരിതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഇതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാം നമുക്കറിയാൻ പറ്റും, നമുക്ക് ഇല പൊഴിയുന്ന സീസണും എല്ലാം ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാടുകൾ, ഇപ്പൊ അത് പ്രോപ്പറായിട്ട് ഇല പൊഴിയുന്ന കാടുകളുണ്ട്, അവിടെ നമുക്ക് ഇത് കാണാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ആനിമൽസും എല്ലാം തന്നെ. Tropical thorn and shrubs. As rainfall is made migrate, only thorny and shrub vegetation grow in the Rajasthan desert and in the central part of the peninsula. Camel, vulture, eagle, and several reptiles inhabit the dry region. അപ്പോൾ ഇതെന്ന് പറയുന്നത് മരുഭൂമി. നമുക്ക് ഇത് മുൾച്ചെടികളും കുറ്റിക്കാടുകളും ഒക്കെ ഉള്ള ഇതാണ്. അവിടെ നിന്ന് മരുഭൂമികൾക്ക് കുറച്ച് വെള്ളം മതി, അല്ലെങ്കിൽ ഈ കുറ്റിച്ചെടികൾക്കൊക്കെ എന്ന് പറയുന്നത് ഈ മുൾച്ചെടികൾക്ക് എന്ന് പറയുന്നത് കുറച്ച് വെള്ളം മതി. അതുകൊണ്ട് തന്നെ അത് ഇത്തരത്തിലുള്ള റീജിയൻസിൽ നമുക്ക് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്ത മാൻഗ്രൂവ് ഫോറസ്റ്റ്. These are peculiar plant species that grow in the saline soil. അപ്പോൾ ഈ ഉപ്പ് രസമുള്ള സോയിലിൽ വളരുന്ന ഒന്നാണ് ഈ മാൻഗ്രൂവ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത്. The mangrove forest protect the river banks and the coastal zones from shivering. അപ്പോ ഈ നമ്മുടെ ഈ ഒരു കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത് നദികളുടെ ആ ഒരു കരയിടിച്ചിലിനെയൊക്കെ, അല്ലെങ്കിൽ ഈ ഷെൽവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിടിച്ചിൽ, അപ്പൊ കരയിടിച്ചിൽ നിന്നും അതിൽ നിന്നും എല്ലാം മാറാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തില് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒന്നാണ് ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. The mangrove forest of the West Bengal are the natural habitat of the Bengal tiger. അപ്പോ ഈ ബംഗാളിലുള്ള ഈ ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ് ഈ ബംഗാൾ ടൈഗേഴ്സിന് ഇത് അവരുടെ ആവാസ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ഒരു ബംഗാളിലുള്ള ഈ ഒരു എന്താ പറയുന്നത് വെസ്റ്റ് ബംഗാളിലുള്ള ഈ ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റ് ആണ്. The mangrove roots provides a breeding ground to several species of fishes. അപ്പോൾ
ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു വേരുകൾ, ഈ പടം കണ്ടില്ല, അതിന്റെ വേരുകളായിട്ട് ഇങ്ങനെ കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ അതെന്ന് പറയുന്നത് നിരവധി മത്സ്യ ഇനങ്ങൾക്ക് ഇത് എന്താ പറയുന്നത്, അതിന് മുട്ടയിട്ട് പെരുകാനും എല്ലാത്തിനുമുള്ള ഒരു സൗകര്യവും എല്ലാം ഒരുക്കുന്നുണ്ട്. അതിന്റെ ബ്രീഡിങ്, അതായത് പുതിയ പുതിയ സ്പീഷീസ് ഉണ്ടാവാനും പുതിയ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും എല്ലാത്തിനുമുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഈ കാടുകളുടെ പ്രത്യേകത. ഇനി മൗണ്ടൈൻ ഫോറസ്റ്റ്, പർവ്വതവനങ്ങൾ. The coniferous trees that grow in the higher reaches and the mosses in the severely cold region fall in the category of mountain forest. അപ്പോൾ മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ നമ്മളെ കോണിഫറസ് പോലുള്ള അല്ലെങ്കിൽ കാശ്മീർ ആ ഒരു റീജിയനിലൊക്കെയുള്ള ഇത്തരത്തിലുള്ള ഈ പർവ്വതങ്ങളുടെ മുകളിൽ ഉള്ള ഈ ഒരു കോൾഡ് റീജിയനിൽ ഉള്ള ഈ ഒരു മരങ്ങളും അതുപോലുള്ള അത്തരത്തിലുള്ള കാടുകളെയാണ് നമ്മൾ മൗണ്ടൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. Several rare animals like the musk deer, snow leopard and the Himalayan thar have their habitats in this forest. അപ്പോൾ ഇത്തരം കാടുകൾ എന്ന് പറയുന്നത് അവർക്ക് തണുപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മസ്ക് ഡിയർ, സ്നോ ലെപ്പേർഡ് പോലുള്ള ഈ തണുത്ത പ്രദേശത്ത് ജീവിക്കുന്ന ആനിമൽസിന് അവിടെ ജീവിക്കാനായിട്ട് സാധിക്കും. Himalayan thar have their habitat in this forest. Okay. അപ്പോൾ the high ranges of the Western Ghats is the abode of the Nilgiri Thar. അപ്പോൾ നീൽഗിരി താറിന്റെ ഒരു ആവാസ കേന്ദ്രമാണ് ഈ വെസ്റ്റേൺ ഗഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിന്റെ അപ്പുറത്തോടുള്ള ആ ഒരു വെസ്റ്റേൺ ഗഡ്സും എല്ലാം ഈ നീൽഗിരി താറിന് അനുയോജ്യമായ ഒന്ന് തന്നെയാണ്. ഇതാണ് സംഭവം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? സാർ അപ്പോഴേ ഹിമാലയൻ താർ റെയർ ആയിട്ടുള്ള ഒരു ആനിമൽ തന്നെയാണ് അല്ലേ? അതെ അതെ അതെ. മാംഗ്രോവ് എന്ന് വെച്ചാൽ എന്തിനാണ്? കണ്ടൽ കാടുകളാണ്, കണ്ടൽ കാടുകൾ. അതായത് ഇങ്ങനെ നമ്മള് ഇത് ഈ ഒരു എന്തുവാടാ അഗസ്ത്യകൂടം, നീലഗിരി താർ എന്ന് പറയുന്നത് ഈ ഒരു നീലഗിരി താർ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നീലഗിരി താർ എന്ന് പറയുമ്പോൾ ഒരു വംശനാശം സംഭവിക്കുന്ന മൃഗങ്ങളാണ്. അതെ അതെ അതെ. സാർ നെറ്റിൽ കാണിച്ചു തരൂ. കാണിച്ചു തരാം. അതാ ഞാൻ നോക്കട്ടെ. അതാ ഞാന് അതായത് എവിടെ കാണാൻ പറ്റുന്നുണ്ടോ? തമിഴ്നാട്ടിലെ അക്കൗണ്ട് അല്ലേ സാർ ഇത്? അതെ 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 അതെ. ആടിന്റെ വംശത്തിൽ പെട്ടതാണ് അല്ലേ? അതെ അതെ അതെ. കൊമ്പൊക്കെ കണ്ടോ? അതിന്റെ ഒരു പ്രത്യേകതയും എല്ലാം. എവിടെ? കണ്ടു കണ്ടു കൊണ്ടുകൊള്ളാം. ഇതിന് മറ്റേ ഇതിനല്ലേ സാർ പറയണം? എന്തൊരു അപ്പൊ അതാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഓരോ സ്ഥലത്തുള്ളതിനും ഓരോ വ്യത്യാസം ഉണ്ടല്ലേ? അതെ അതെ, ഉറപ്പായിട്ടും. അവിടത്തെ അതാ പറഞ്ഞത്, നമ്മൾ ഓരോ ക്ലൈമറ്റ് അനുസരിച്ച് ഓരോ വെജിറ്റേഷനും എല്ലാം അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ ചൈനീസ് പീപ്പിൾ അല്ല എങ്കിൽ നമ്മുടെ ഈ ഒരു നോർത്ത് ഈസ്റ്റിലുള്ള പീപ്പിൾ, അവരെന്ന് പറയുന്ന അവരുടെ അവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു വെജിറ്റേഷനും എല്ലാം തന്നെ അവരുടെ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ശൈലി എല്ലാവർക്കും നോക്കി നോക്കുക, അല്ലെങ്കിൽ അവരുടെ ഷേപ്പ്. ഇപ്പോ അവരുടെ മിക്കൊരു വെളുത്ത ആൾക്കാരായിരുന്നു അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അവരുടെ ആ ഒരു അറൗണ്ട് എല്ലാവരും ഒരേ ഷേപ്പിലാണ് അവരിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കണ്ട് ഏകദേശം ഒരുപോലെയൊക്കെ തോന്നും. അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ ആ ഒരു വ്യത്യാസം. അവിടുത്തെ ലാംഗ്വേജ്, അതൊക്കെ അതിന്റെ ആ ഒരു വ്യത്യാസം. ഇതെല്ലാം അതിന്റെ ഒരു ഫാക്ടർ തന്നെയാണ്. Okay. Appo you have understood that compared to other countries, India has unique and diverse physiography,
ക്ലൈമറ്റ്, സോയിൽ ടൈപ്പ്, നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് അനിമൽ ലൈഫ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരേ ഇതല്ല, ക്ലൈമറ്റിന്റെ ഓരോ വ്യത്യാസത്തിലും നമുക്ക് പലതരത്തിലുള്ള, അതാണ് ഡൈവേഴ്സ് എഫക്ട്. അപ്പൊ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഇത് എന്താ ചെയ്യാനേ എന്നിട്ടാ പോയാ അമ്മ വിളിക്കുന്നു, ഞാൻ പോയിട്ട് വരാം. ഓടിപ്പോട്ടോ. ഓക്കെ, അപ്പോ ഈ ഒരു നമുക്കെന്ന് പറയുന്നത് ഈ സോയിൽ ടൈപ്പും ഫിസിയോഗ്രഫി എല്ലാം എന്ന് പറയുന്നത് പല തരത്തിലാണ്. അതാണ് നമ്മുടെ ആ ഒരു ഇന്ത്യയുടെ ഒരു പ്രത്യേകത. This diversity in its physical aspect is a reason for the cultural diversity in India. ഇത്തരത്തിലുള്ള ആ ഒരു ഫിസിക്കൽ ആസ്പെക്ട് ആണ് നമ്മുടെ ഈ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും ഉള്ള കാരണം. നമുക്കിപ്പോ കേരള, തമിഴ്നാട് ഇതൊക്കെ നോക്കിയാൽ നമ്മൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ട്. Despite all such diversity, India stands united as a single nation. അപ്പോ ഈ ഒരു ഇത് നമുക്കൊരു കോമൺ ഫീച്ചർ ആയിട്ട് എടുക്കാനില്ല. ഇപ്പൊ പല ലാംഗ്വേജ് ഉണ്ട്, പല ഡ്രസ് ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പല എന്താ പറയുന്നത് ലിവിങ് ഹാബിറ്റൻസ് പല രീതിയിലാണ്. അപ്പൊ ഇതെല്ലാം എന്ന് പറയുന്നത് ഒരുമിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നടത്തുന്നത്. The feeling that we are all Indians keep us together. അപ്പൊ അതാണ് നമ്മുടെ ആ ഒരു ഇന്ത്യൻ എന്നുള്ള ആ ഒരു ഇത് വരുമ്പോൾ എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒരു നാട് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് ഇതിൽ മാറാൻ, നമുക്ക് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഇനി ഇതിൽ ഡൗട്ട് ഉണ്ടോ? അങ്ങനെ ഡൗട്ട് ഒന്നുമില്ല.